പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള സിലബസ് +2 റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തു. വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് അവരുടെ ഡിഗ്രി അഡ്മിഷനെ കുറിച്ചാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അഡ്മിഷന് തുടക്കമാവുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുകയാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണുള്ളത്, അവിടുത്തെ കോളേജുകൾ എന്ത്, കോഴ്സുകൾ ഏതൊക്കെ, അവിടുത്തെ എല്ലാ അഡ്മിഷൻ നടപടികളെ കുറിച്ച്, എങ്ങനെയാണ് അഡ്മിഷൻ നടപടികൾ എന്നതിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുക. ആയതിനാൽ തന്നെ ഇനി ഉള്ള ദിവസങ്ങളിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആയതിനാൽ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, സംസ്കൃത യൂണിവേഴ്സിറ്റി. ആദ്യത്തെ 4 യൂണിവേഴ്സിറ്റികളിലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കോളേജുകളൊക്കെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള, എല്ലാ കോളേജുകളും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കും. സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടിയിൽ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ഓഫ് സെന്റർ മലപ്പുറം ജില്ലയിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. ഇതാണ് സംസ്കൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ ചില ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാസർഗോഡ്, കണ്ണൂർ, വയനാടിലെ ചില കോളേജുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകൾ. MG യൂണിവേഴ്സിറ്റി എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ. കേരള യൂണിവേഴ്സിറ്റി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ കോളേജുകളാണ് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എന്ന് പറയുന്നത് 2 തരം അഡ്മിഷൻ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഈ കോളേജുകൾ 2 തരമുണ്ട്. ഒന്ന് ഓട്ടോണമസ് കോളേജും മറ്റൊന്ന് നോൺ ഓട്ടോണമസ് കോളേജും. ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ സ്വയംഭരണാവകാശമുള്ള കോളേജുകളാണ്. ഇവിടുത്തെ അഡ്മിഷൻ നടപടി, ഇവിടുത്തെ പരീക്ഷാ നടപടി, ഇവിടുത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക ഓട്ടോണമസ് കോളേജാണ്. എന്നാൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുക യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജ് ഒരു ഓട്ടോണമസ് കോളേജാണ്. അവിടുത്തെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നടപടികൾ അവർ നടത്തും. അവർ കുട്ടികളെ സെലക്ട് ചെയ്ത് ക്ലാസ് തുടങ്ങും, സെമസ്റ്റർ എക്സാം നടത്തും, ഫൈനൽ റിസൾട്ട്, എല്ലാ സെമസ്റ്റർ കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് വരും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് കാർഡ് കൊടുക്കും. പക്ഷെ അവസാനത്തെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇതാണ് ഓട്ടോണമസ് കോളേജ്. അവിടുത്തെ കുട്ടി ജോയിൻ ചെയ്ത് അവസാനം സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതാത് കോളേജുകളാണ് ഓട്ടോണമസ് കോളേജുകളിൽ ചെയ്യാറുള്ളത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറെ ഓട്ടോണമസ് കോളേജുകളുണ്ട്. എന്നാൽ നോൺ ഓട്ടോണമസ് കോളേജ് ഉണ്ട്. നോൺ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ അഡ്മിഷൻ നടപടി യൂണിവേഴ്സിറ്റി ആയിരിക്കും. അവിടുത്തെ എക്സാം നടത്തുന്ന പരിപാടികളെല്ലാം യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ. എന്നാൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള 4 ഡിഗ്രിയിലെ ചില എക്സാമുകൾ കോളേജുകൾക്ക് നടത്താനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ളത് അതാത് യൂണിവേഴ്സിറ്റികളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരം കോളേജുകളാണ്. ഓട്ടോണമസ് കോളേജുകളിൽ ബഹുഭൂരിപക്ഷം കോളേജുകളുടെയും ഈ വർഷത്തെ കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിലുകളുമായി വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതാണ്. ഇനി നോൺ ഓട്ടോണമസ് കോളേജുകളുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് അതാത് യൂണിവേഴ്സിറ്റിയാണ് നടത്തുക. യൂണിവേഴ്സിറ്റി നമ്മൾ +1 അഡ്മിഷൻ പോലെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് മുഖേനയാണ് അഡ്മിഷൻ നടക്കുക. ക്യാപ്പ് രജിസ്റ്റർ ചെയ്തിട്ടാണ് അഡ്മിഷൻ. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ഓപ്ഷൻ കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞ കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള, ഈ 4 യൂണിവേഴ്സിറ്റിക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നും കൂടി അറിയിക്കാൻ. ഓരോ യൂണിവേഴ്സിറ്റിക്കും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കുക. എല്ലാ യൂണിവേഴ്സിറ്റിയിലും വിദ്യാർത്ഥിക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതിന്റെ കൂടെ തന്നെ 20ഓളം ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും 20 ഓപ്ഷനിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഒറ്റ അപേക്ഷയിലാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷന് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഇവിടങ്ങളിൽ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, എയ്ഡഡ് കോളേജ് ഉണ്ട്, ഫിനാൻസിങ് കോളേജ് ഉണ്ട്. ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള കോളേജുകളാണ്. ഗവൺമെന്റ് ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും, മറ്റു കാര്യങ്ങളും, ബിൽഡിംഗ് ഉണ്ടാക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആണ് ചെയ്യുക. എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അവിടുത്തെ അധ്യാപകരുടെ സാലറി ഒക്കെ ഗവൺമെന്റ് കൊടുക്കും. പക്ഷെ മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് അതായത് മാനേജ്മെന്റുകളാണ്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ
അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കേണ്ട, അധ്യാപകർക്ക് സാലറി കൊടുക്കേണ്ടതൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. ഗവൺമെന്റ് കോളേജിലെ എല്ലാ കോഴ്സുകളും എയ്ഡഡ് കോഴ്സുകളായിരിക്കും. ഗവൺമെന്റ് സഹായത്തോടു കൂടിയുള്ള കോഴ്സുകളായിരിക്കും ഗവൺമെന്റ് കോളേജിൽ. എയ്ഡഡ് കോളേജിലെ ബഹുഭൂരിപക്ഷം കോഴ്സുകളും എയ്ഡഡ് കോഴ്സുകളായിരിക്കും. ഈ എയ്ഡഡ് കോഴ്സുകൾ ഗവൺമെന്റ് കോളേജിലെയും എയ്ഡഡ് കോഴ്സുകൾക്ക് സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ടതില്ല. എന്നാൽ എയ്ഡഡ് കോളേജിൽ ചില കോഴ്സുകൾ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുണ്ടാവും SF എന്ന് എഴുതിയിട്ടുണ്ടാവും, സെൽഫ് ഫിനാൻസിങ്. എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളായിരിക്കും, അതിന് സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എല്ലാ കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളായിരിക്കും, അവിടെയും സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 90% മുകളിൽ മാർക്ക് വേണ്ട പരിസ്ഥിതി ഉണ്ട്. എന്നാൽ അതിൽ ചില കാറ്റഗറിക്കാർക്ക് ഒരു ഇളവുണ്ട്. SC ST പോലുള്ള കാറ്റഗറിക്കാർക്ക് ചില ഇളവുകൾ ഉണ്ടായിരിക്കും. ആ ഇളവുകളല്ല, ആ കാറ്റഗറിയിലുള്ള കുറച്ച് കുറവുള്ളവർക്കും അഡ്മിഷൻ കിട്ടാറുണ്ട്. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വരുന്നുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമ്മളെ അപേക്ഷ ഇതിന്റെ കൂടെ തന്നെ ഒക്കെ ഒരേ ഒറ്റ അപേക്ഷയിലാണ് നമുക്ക് വേണ്ട കോഴ്സും കോളേജും തിരഞ്ഞെടുക്കുക. എങ്ങനെയാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. അടുത്ത കോഴ്സസ് 4 വർഷ ഡിഗ്രി കോഴ്സ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് PG ഉണ്ട്. 4 വർഷ ഡിഗ്രി കഴിഞ്ഞ വർഷം കേരളത്തിൽ തുടക്കം കുറിച്ച സിസ്റ്റമാണ്. 4 വർഷമാണ് ഈ ഡിഗ്രി. ആ 4 വർഷ ഡിഗ്രി കോഴ്സിനെ കുറിച്ചുള്ള ഒരു ബൃഹത്തായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്റഗ്രേറ്റഡ് PG ഡിഗ്രി പ്ലസ് PG 5 വർഷമാണ് ഈ കോഴ്സ്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ 5 വർഷത്തെ PG ലഭിക്കും. ഇത് ചില കോളേജുകളിൽ ലഭ്യമാണ്, അധിക കോളേജുകളിലും അത് ലഭ്യമല്ല. ചില കോളേജുകളിൽ ഇന്റഗ്രേറ്റഡ് PG ലഭ്യമാണെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അടുത്ത ഇതിൽ തന്നെ 4 ഇയർ ഡിഗ്രിയിൽ BCom, BBA, BSc, BCA, BA, BSW, BTHM പോലുള്ള പല കോഴ്സുകളുണ്ട്. ചില കോഴ്സുകൾ ചില വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്, എനിക്ക് BSc Physics എടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ രീതി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പല കോഴ്സുകളുണ്ട്. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾ തീരുമാനിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ പഠിക്കാനുള്ള ശ്രമങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തടുത്ത വീഡിയോകൾ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.